അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണം. ഇന്ന് ഏത് സൂറത്താണ് ഓതിയത്? സൂറത്ത് യൂസുഫ്. സൂറത്ത് യൂസുഫിൽ നമുക്ക് പരിചയമുള്ള പേരേതാണ്? യൂസുഫ് അല്ലേ? ഈ ഓതിയ ആയത്തുകളിൽ നമുക്ക് ഏതൊക്കെ വാക്കുകളുടെ അർത്ഥം അറിയാം, ഏതാണ്ട് എന്താണ് മനസ്സിലായത് എന്നാലോചിക്കുക. വീട്ടിൽ ചെന്ന് സൂറത്ത് യൂസുഫിൻ്റെ പരിഭാഷ തുടക്കത്തിൽ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഓരോ ദിവസവും വേറെ വേറെ ആയത്തുകൾ ഇമാം ഓതുകയാണെങ്കിൽ ഖുർആനിലെ ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് പെട്ടെന്ന് അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. ഒരു നോട്ട് ബുക്ക് എടുത്ത് അതിലെ വാക്കുകൾ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്കത് വളരെ എളുപ്പമായി ആകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തോട് പറഞ്ഞത്, വദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്, എൻ്റെ താക്കീദിനെ ഭയപ്പെടുന്നവർക്ക് നീ ഖുർആൻ കൊണ്ട് ഉത്ബോധനം നടത്തുക, ഓർമ്മിപ്പിക്കുക എന്നാണ്. അപ്പോൾ എല്ലാവരെയും ഓർമ്മിപ്പിക്കാനുള്ളത് ഖുർആനാണ്. അതിൻ്റെ ജീവിത മാതൃകയായ നബി ജീവിതമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ബുഖാരിയിലെ 3461 ഹദീസ്, ബല്ലിഗു അന്നി വലു ആയത്തൻ, ഒരായത്തെങ്കിലും എന്നിൽ നിന്ന് നിങ്ങൾ എത്തിച്ചു കൊടുക്കണേ. എല്ലാവരും തീരുമാനിച്ച ഇന്ന് 144 കോടി ആയത്ത്, 144 കോടി ആളുകൾക്ക് ആയത്ത്, നാളെ അങ്ങനെ എത്തി. പെട്ടെന്ന് കാര്യങ്ങൾ എളുപ്പമാകും. അള്ളാഹുവെ സ്വീകരിക്കുമാറാകണേ. അപ്പോൾ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു 5 മിനിറ്റ് നമ്മൾ ഈ വിഷയത്തിലും ചിലവാക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ മലക്കുകൾ വരും. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഗ്ദാനമാണ്, ത്വാലിബുൽ ഇൽമിന്, അറിവ് നേടാൻ ശ്രമിക്കുന്ന ആൾക്ക് മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നത്. മുസ്ലിമിലെ 2699 ഹദീസിൽ സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാക്കി കൊടുക്കുന്നു പറഞ്ഞല്ലോ, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന എന്ന് മാത്രമല്ല, മസ്ജിദിൽ വെച്ച് ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ പഠിക്കുമ്പോൾ മലക്കുകൾ വരും, സമാധാനമിറങ്ങും, കരുണ വലയം ചെയ്യും. അള്ളാഹു തൻ്റെ അടുക്കുള്ള മലക്കുകളോട് നമ്മൾ പ്രശംസിക്കും. അപ്പോൾ നമ്മുടെ കൂട്ടുകുടുംബാദികളെയൊക്കെ മസ്ജിദിലേക്ക് ക്ഷണിക്കുക. അപ്പോൾ ഖുർആൻ പഠനം എളുപ്പമാകുന്ന ഒരു മാർഗമാണ് ഓതുന്ന ആയത്തുകൾ, കേൾക്കുന്ന ആയത്തുകൾ, അതിൻ്റെ അർത്ഥം പഠിക്കുക എന്നത്. എന്നിട്ടത് നമുക്ക് മെസ്സേജായിട്ട് അയച്ചു കൊടുക്കുക ഓരോരുത്തർക്കും. അള്ളാഹുവേ സ്വീകരിക്കുമാറാകണേ. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നടപ്പാക്കാൻ, അത് മറക്കാതിരിക്കാൻ, മരണം വരെ തുടരാൻ അള്ളാഹുവേ അനുഗ്രഹിക്കണം. എല്ലാവിധത്തിലുള്ള മറവിയിൽ നിന്നും, അശ്രദ്ധയിൽ നിന്നും, അവഗണനയിൽ നിന്നും അള്ളാഹുവേ ഞങ്ങളെ രക്ഷിക്കണം. രോഗികളായി ഈ സദസ്സിലും വീടുകളിലും ആശുപത്രികളിലും എല്ലാമുള്ള ലോകത്തെമ്പാടുമുള്ള രോഗികൾക്ക് അള്ളാഹുവേ ശിഫ നൽകണം. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, മക്കൾ, കൂട്ടുകുടുംബാദികൾ അള്ളാഹുവേ എല്ലാവർക്കും നീ മാപ്പ് നൽകി സ്വർഗം നൽകി അനുഗ്രഹിക്കണം. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.